നീതി, ന്യായം, മാറ്റം. സമയമായി ഉണരൂ, അണിചേരൂ. ഞാൻ തിരുവനന്തപുരത്തെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ്. പക്ഷെ എനിക്ക് ആവശ്യം റിസൾട്ടാണ്. ഈ 4 മാസമേ ഉള്ളൂ. ഒരു നിർദ്ദേശം വെക്കാനുള്ളത് മുണ്ടക്കയം ചൂരൽ ദുരന്തം അത് നാഷണൽ ലെവലിൽ അവർക്ക് ഇതുവരെ ഒന്നും ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോ അത് നാഷണൽ ലെവലിൽ എടുക്കണം. ഇവിടെ തന്നെ 21 മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരുടെ വിഷയം സ്റ്റേറ്റ് അത് എടുത്ത് കൈകാര്യം ചെയ്യുക. സാധാരണ ഉള്ള LIC-യിലുള്ളവരും MLA-മാരുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. അത് ഒരേ സമയം ഒരു മാസം 14 ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തു. നമ്മൾ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഈ 4 മാസത്തിനകത്ത് ഒരുക്കി തന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ ഞാനൊരു റിസൾട്ട് തരാൻ സാധിക്കും. 218 കോടി രൂപ ലാഭത്തിലുള്ള ഒരു സ്ഥാപനമാണ് KCB. വീണ്ടും ഒരു വർധനവിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിക്കിൾ 47 പ്രകാരം ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടത്. ഇപ്പോ അത് അങ്ങനെയല്ല നടക്കുന്നത്. 26 രൂപ ആ 26 പൈസയ്ക്ക് നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ 25 വർഷത്തേക്ക് വൈദ്യുതി ലഭിച്ചു വരും. എന്നാൽ ആ കരാർ റദ്ദാക്കി 7 രൂപ 90 പൈസയ്ക്ക് അതായത് വീണ്ടും നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ഒരു വർധനവ് കാരണം ജനങ്ങൾക്ക് അധിക ഭാരമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ചെറിയ ചെറിയ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് കൊണ്ടുവരണം. പുഴകൾ ആവശ്യം പോലെ ഉള്ളൊരു സ്ഥലമാണ് കേരളം. ഇവിടെ ചെറിയ ചെറിയ യൂണിറ്റ്സ് നമ്മൾ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ അനീതികളാണ് ഉള്ളത്, അതിന് മുമ്പിൽ നിങ്ങൾ ഭയക്കാതെ പ്രതികരിക്കാൻ നിങ്ങൾ പഠിക്കണം. അടിച്ചമർത്തിയതീ നാളങ്ങൾ ഉള്ളിലൊതുക്കും കാലം മാറി സാധാരണക്കാരനുയർത്തി ചീന്താത്ത നിശബ്ദ വിപ്ലവം. വന്ദേ മാതരം. ഇത് മാറ്റത്തിന്റെ പുതിയൊരു മാനം. വന്ദേ മാതരം. പ്രതീക്ഷയുടെ പുതിയ. ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നത്തിൽ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ ചായ്ക്കോട്ടോണം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വോട്ടുകൾ ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.